വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാണ് കർത്താവിന്റെ വിളി. ഇത്ര ഭയങ്കര കുറ്റമായിട്ടും ദൈവത്തെ വിട്ട് മാറി നിൽക്കുമ്പോഴും കർത്താവ് എന്ത് സ്നേഹത്തോടെ ആ സഭയോട് ഇടപെടുന്നല്ലേ. കഠിനമായി ശാസിച്ചു, ഞാൻ നിന്നെ ഉമിണ്ടുകളയും എന്നൊക്കെ കർത്താവ് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിനാ ശാസിച്ചത്? എന്തിനാ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്? എനിക്ക് പ്രിയമുള്ളതുകൊണ്ട്. തന്റെ ശരീരത്തെ, തന്റെ സഭയെ അത്രയേറെ യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ശാസിച്ചത്. അതുകൊണ്ടാണ് അവൻ ഇത്രയും കഠിനമായി പറഞ്ഞത്. ശാസനയിലൂടെ, ശിക്ഷയിലൂടെ മടക്കി വരുത്തുക. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ടു വാ. എന്നിൽ നിന്ന് നീ അകന്നു പോകണ്ട, വരിക. ഞാൻ നിനക്ക് വെള്ള ഉടുപ്പ് തരാം, ഞാൻ നിന്റെ കണ്ണിന് കാഴ്ച തരാം, ഞാൻ നിന്നെ സമ്പന്നനാക്കാം, ഞാൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാം. ഭൗതിക തലത്തിലല്ല, അതെല്ലാം നിനക്കുണ്ട്. ലവോദിക്യ സഭയ്ക്ക് എല്ലാം ഉണ്ട് ഭൗതിക തലം. പക്ഷെ ഇത് നിനക്ക് ഇപ്പുറത്ത് നിന്റെ ആന്തരിക, നിന്റെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ഞാൻ തരാം. ഭൗതികമായത് അവൻ തരും. പക്ഷേ കർത്താവ് പറയാണ്, ലവോദിക്യ സഭയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഉണ്ട്. പക്ഷെ അവനില്ലാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട്. കർത്താവ് കൊടുക്കാൻ ശക്തനാണ്.